വിശേഷോ? എന്റെ ദൈവമേ, ശരിക്കും ഇത് തന്നെ ഞാൻ ചിരിച്ചോണ്ട് വന്നത്. ഈ ഒരു ചോദ്യവും ഈ ഒരു സന്തോഷമൊക്കെ ഇല്ലേ ഇപ്പൊ ഞാൻ കേട്ടിട്ട് വരെ അമ്മയുടെ കയ്യിൽ നിന്ന്. അല്ല, താൻ എന്തൊക്കെയാ പറയുന്നത്? അമ്മ എന്നെ വിളിച്ച് ചോദിച്ചു, നിനക്ക് വിശേഷം ഉണ്ടോന്ന്. ഞങ്ങൾക്ക് കുഞ്ഞിക്കാല് കാണാൻ സമയമായോന്ന്. അല്ല, അപ്പൊ ശരിക്കും ഇല്ലേ? അങ്ങനെയൊന്നുമില്ല. അല്ല, പിന്നെന്തിനാ അമ്മ ഇപ്പൊ അങ്ങനെ ചോദിച്ചേ? അതതിലും വിശേഷം. സാധാരണ അച്ഛന്മാരും അമ്മമാരും സ്വപ്നം കണ്ടിട്ട് നിനക്ക് വല്ല വിശേഷം ഉണ്ടോന്ന് വിളിച്ചു ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇത് അമ്മയോട് മുത്തശ്ശി പറഞ്ഞൂന്ന്. വീട്ടിലൊരു തൊട്ടില് കെട്ടാൻ സമയമായിന്ന്. ദേവനോട് കുറച്ച് കാശൊക്കെ കരുതി വെച്ചോളാൻ പറയാൻ. അത് കേട്ടപ്പോ അമ്മയ്ക്ക് തോന്നി എനിക്ക് വിശേഷം ഉണ്ടെന്ന്. ഈ മുത്തശ്ശിക്ക് എന്താ ഇതിലൊക്കെ കാര്യം? ആ നാശം പിടിച്ച തള്ള പറഞ്ഞാണെങ്കിൽ അത് കുഴപ്പം പിടിച്ച എന്തോ കാര്യത്തിന് വേണ്ടിയുള്ളതായിരിക്കും. ഇതിപ്പോ അമ്മ ചോദിച്ചല്ല, താൻ എനിക്ക് പ്രതീക്ഷ തന്നല്ല. ആഹാ, ഒരു കാര്യം പറഞ്ഞു തരുന്നതിന് മുമ്പ് പ്രതീക്ഷയും കൊണ്ട് നടക്കാൻ ആരാ പറഞ്ഞ? അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ സങ്കടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. നമുക്ക് ആ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്താലോ? തുടങ്ങി. മുൻപ് മുത്തശ്ശിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കലായിരുന്നു, ഇപ്പൊ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കലായി. അവയുടെ ഇപ്പോഴത്തെ അവസ്ഥയും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോ ഉള്ളില് നല്ല വിഷമമുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുത്തശ്ശി, സുകുമാരി മുത്തശ്ശി ഇപ്പോഴും തർക്കിക്കുന്ന ഒരു കാര്യമുണ്ട്. നിയമപരമായി വരുണ്ട ഭാര്യയാണ് ആ പ്രിയങ്ക എന്ന്. അതിനുള്ള ശ്രമങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ കണ്ടതുമല്ലേ. ഒരു പക്ഷെ പ്രിയങ്കയുടെ വയറ്റി വളരുന്ന കുഞ്ഞ് വരുണ്ടതാണെന്നൊരു ആരോപണം എങ്ങനെ വന്ന? കേട്ടൻ എന്ത് ഭ്രാന്തായി പറയുന്നത്? എന്റെ പേരിൽ ആരോപണം ഉന്നയിക്കാൻ അവർക്ക് എങ്ങനെ സാധിക്കുന്നത്? ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ടോ? വെറുതെ നാണം കെട്ട കാര്യങ്ങൾ സംസാരിക്കണ്ട. മോനെ, ഹോസ്പിറ്റലിൽ ഏതൊക്കെ തരത്തിൽ സുകുമാരി എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് നിനക്കറിയില്ല. നമ്മുടെ കുടുംബത്തിന്റെ നാണക്കേടൊന്നും സുകുമാരി അമ്മയ്ക്ക് പ്രശ്നമല്ല. അതാ ഞങ്ങൾ പേടിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാനും രാധയും കൂടെ ഇപ്പൊ തന്നെ ആറ്റുശ്ശേരിയിലേക്ക് പോവാം. അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം. ഒരു കാരണവശാലും ഇതിന്റെ പേരിൽ സുകുമാരി മുത്തശ്ശി ഈ വീട്ടിൽ എത്തരുതെന്ന് പറയാം. അത് തന്നെയാ നല്ല തീരുമാനം. മോളെ രാധികെ, അച്ഛനോടും അമ്മയോടും നിങ്ങൾ ചെന്ന് പറയണം. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ നോക്കും. മുത്തശ്ശി പോവാൻ നോക്ക്. അമ്മയും മോനും പെട്ടെന്ന് പോന്നത് എന്താ? ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാമെന്ന് മകൻ തീരുമാനിച്ചതാണോ അതോ അമ്മയുടെ ഉപദേശമായിരുന്നോ? അതെ, ആരുടെ ഉപദേശമായാലും നിങ്ങൾക്കെന്താ? അതെ, എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങാൻ നോക്ക്. മുത്തശ്ശി, നമ്മുടെ കുടുംബത്തോട് കാരുണ്യം കാണിച്ചവരാ ഇവിടെ ഉള്ളവരെല്ലാം. മുത്തശ്ശി, ഇനി ഇവരെ നാണം കെടുത്താൻ നിൽക്കരുത്. ഞാനും വരണു അച്ഛനോട് വന്ന് സംസാരിക്കാനിരിക്കായിരുന്നു. മുത്തശ്ശി ഇവളെയും കൂട്ടി ആറ്റുശ്ശേരിയിലേക്ക് പോ, ഞങ്ങൾ പുറകെ വരാം. എന്തിനാടി നീയും ഇവനും പുറകെ വരുന്നേ? നിന്റെ കഴുത്തിൽ ഇവൻ കെട്ടിയ താലി അഴിച്ച് ദേവനാരായണന്റെ കൈ കൊടുക്കാനാണോ? വരുണിന്റെ ഭാര്യയായിട്ട് ഈ കുടുംബത്തിൽ ഒരുത്തി ജീവിക്കുന്നുണ്ടെങ്കിൽ അതെ എന്റെ പ്രിയങ്കയായിരിക്കും. അത് തീരുമാനിച്ചുറപ്പിച്ചാ ഞാൻ വന്നിരിക്കുന്നേ. പല വട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പ്രായത്തിന്റെ മര്യാദ ഞാനിപ്പോ നിങ്ങൾക്ക് തരുന്നത്. പക്ഷേ ഇനി ഇവിടെ നിന്ന് വാതി ഒഴിച്ചാ ആ മര്യാദ ഉണ്ടാവില്ല. കഴുത്തിന് പിടിച്ച പുറത്തേക്കറിയും. നിനക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ചെയ്യടാ. ഇവളെ ഞാൻ ഈ വീടിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? അവൾക്ക് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ അവകാശത്തോടെ ജീവിക്കാനാ. അവൾക്ക്
അവൾക്ക് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ തന്തയോടൊപ്പം ജീവിക്കാനാ. എന്തൊക്കെയാ മുത്തശ്ശി പറയുന്നേ? ചോദിച്ചു നോക്കടി നിന്റെ കെട്ടിയവനോട്. അവനെ അവന്റെ അമ്മയെ എന്നെ ഇരുത്തിക്കൊണ്ടാ ഡോക്ടർ പറഞ്ഞത് ഇവള് ഗർഭിണിയാണെന്ന്. അത് കേട്ട നിമിഷം ഈ അമ്മയും മോനും കൂടി ചെയ്തത് എന്താണെന്ന് അറിയോ? ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു. എന്താ നിങ്ങൾ കരുതിയത്? അങ്ങനെ അമ്മയും മോനും ഓടിക്കളഞ്ഞ ഞാനും ഇവളും ഈ വഴിക്ക് വരില്ലെന്നോ? ഏട്ടത്തി എന്താ അങ്ങനെ ചെയ്തേ? ഈശ്വര, ഇത് ചെറിയ കാര്യമല്ലോ. വരണ്ട കുട്ടിയല്ലേ അവളുടെ വയറ്റില്? ചെറിയമ്മയ്ക്ക് തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ടോന്ന്? എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പണി കണിമംഗലത്ത് തുടങ്ങി വെച്ചിട്ട് കാലം കുറച്ചായി. ഇറങ്ങിയ പടി വീണ്ടും തിരിച്ചു കയറി വന്നിരിക്കുക. അഭ്യാസം പുറത്തെടുത്താലുണ്ടല്ലോ ഇവരുടെ കൂടെ നിങ്ങൾ ഉറങ്ങേണ്ടി വരും. നിങ്ങൾ പറഞ്ഞതുപോലെ ഇവളുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഞാനല്ല. കുറച്ചു കാലം കാട് കയറി നടന്നിട്ടുണ്ടല്ലോ കൊച്ചുമോള്. അവിടെ എവിടെയെങ്കിലും പോയി ഉത്തരവാദി ആരാന്ന് കണ്ടുപിടിക്കണം. അല്ലാതെ കണിമംഗലിന്റെ ഉമ്മർത്ത് ഇനി നിങ്ങൾ നിൽക്കാൻ പാടില്ല.